ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഞാൻ ഇന്നൊരു ഡേ മൈ ലൈഫ് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എണീറ്റ് തലേ ദിവസം എൻ്റെ മൊബൈൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എണീറ്റിട്ട് എടുത്തതാണിത്. എണീറ്റ് വയ്ക്ക് മൊബൈൽ ഓൺ ചെയ്ത് എടുത്ത് അങ്ങനെ ഇരുന്ന് മുടിയൊക്കെ കെട്ടി എങ്ങനെയാവും ഇല്ല ഇന്നത്തെ ഒരു ദിവസം എനിക്കറിയില്ല. എന്നാലും ഞാൻ ദിവസം ചെയ്യുന്ന പോലെ തന്നെയാണ് മുടിയൊക്കെ കെട്ടി. അതിനുശേഷം ഞാൻ ബെഡ്ഷീറ്റ് റെഡിയാക്കി. ബെഡ് നല്ല എങ്ങനെ അലങ്കോലപ്പെട്ട് കിടക്കുന്നത് നല്ല ക്ലിയറാക്കി ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് കൊട്ടി കുടഞ്ഞ് വിരിച്ച്. അത് എണീറ്റ് ഉടനെ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. അതിങ്ങനെ മെസ്സിയായി കിടക്കണമെങ്കിൽ തീരെ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ നല്ല വൃത്തിയിൽ കൊട്ടി കുടഞ്ഞ് വിരിക്കും. അതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുള്ളൂ. എത്ര ഇതായിട്ടുണ്ടെങ്കിലും നമ്മൾ കിടക്കണ ബെഡ്ഷീറ്റ് നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റായിട്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര നിർബന്ധമാണ്. അങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് വലിച്ചു വാരിയിടുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ല. അതിന് ശേഷം ഞാൻ ബാത്റൂമിൽ കയറി ബ്രഷ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ബ്രഷ് ചെയ്തിട്ട് ഒന്ന് നമുക്ക് കാണാം, രാവിലത്തെ ദിനചര്യകളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ബ്രഷിങ്ങൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി എന്നിട്ട് നല്ലൊരു ചായ ഉണ്ടാക്കണം. അപ്പോൾ അമ്മിണിക്കുട്ടി നീച്ചോ നോക്കണം. ഞാനും എൻ്റെ അമ്മയും അമ്മിണിക്കുട്ടിയും അച്ഛൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പുറത്തേക്ക് പോവുകയാണ്. പുറത്ത് പോയിട്ട് അതുപോലെ തന്നെ ഞാൻ നീക്കുമ്പോൾ മുന്നേ അമ്മ നീച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. നോക്കട്ടെ, ഇതവിടെ മന്ദിരത്തിൻ്റെ ഉള്ളിൽ തിരി വയ്ക്കുകയാണ് ആൾ. വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷം അടുക്കളയിൽ കയറുള്ളൂ. ഞാനും കുളി കഴിഞ്ഞിട്ട് തന്നെ അടുക്കളയിൽ കയറാറുള്ളൂ. പക്ഷേ അമ്മിണിക്കുട്ടിക്ക് വയ്യാത്തത് കൊണ്ട് അമ്മിണിക്കുട്ടിയുടെ കുളിപ്പിക്കലും ഭക്ഷണം കൊടുക്കലും ഇതൊക്കെ ചെയ്യണം. അതുകൊണ്ട് ഞാനും കുളിച്ചിട്ടില്ല. പക്ഷെ ഞാൻ കയറി കണ്ടില്ലേ, നേരെ വെളുത്ത് വരുന്നുള്ളൂ. ഒരു കണ്ടില്ല, നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുറത്തേക്ക് ഇപ്പോൾ തന്നെ ഇറങ്ങിയില്ല, അപ്പോൾ പണി കിട്ടും, ചുമ പിടിക്കും. അപ്പോൾ അമ്മിണിക്കുട്ടി നല്ല ഉറക്കമാണ്. അപ്പോൾ ഞാൻ വന്ന് അമ്മിണിക്കുട്ടിക്ക് വേണ്ട കോഫി കാര്യങ്ങൾ റെഡിയാക്കി വയ്ക്കുകയാണ്. നമ്മൾ ഇൻഡക്ഷൻ കുക്കറിൽ പെട്ടെന്ന് കോഫി റെഡിയാക്കി വെച്ച് അമ്മ നിൽക്കുമ്പോഴത്തേനും ചായയൊക്കെ കൊടുക്കാൻ റെഡി ആവണം. കുളിച്ച് വരുമ്പോഴത്തേനും നല്ല ഭക്ഷണം റെഡി ആവണം. കാരണം അമ്മയ്ക്ക് ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതുകൊണ്ട് അതിനൊരു ഡയറ്റ് തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്ന വേണം, അല്ലെങ്കിൽ പണിയാവും. അതുകൊണ്ട് ഞാൻ അതൊക്കെ റെഡിയാക്കി. അപ്പോൾ കുറച്ച് ഇതൊക്കെ അമ്മയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുളിക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻ അമ്മയ്ക്ക് വെള്ളം ചൂടാക്കി കുളിക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം ഞാൻ ഓട്ടട ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള മിക്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുത്തിട്ട് ഞാൻ അമ്മേനെ കുളിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അമ്മ ഉണ്ടാക്കിക്കോളും. അപ്പോൾ ചായ റെഡിയായി, കാര്യങ്ങളൊക്കെ സെറ്റാക്കി. അപ്പോൾ പുറത്തുനിന്ന് ഈ മരം കുത്തി ഒച്ച കേട്ടിട്ടും കിളിയാളുടെ ഒച്ച കേട്ടിട്ട് ഞാൻ ഒന്നും കൂടി പുറത്തേക്ക് നല്ലൊരു വൈബാണ്. നമ്മുടെ അവിടെ നിൽക്കുമ്പോൾ നാട്ടിലത്തെ നല്ലൊരു പ്രത്യേക രീതിയല്ലേ പുറത്ത് നിൽക്കുമ്പോഴും. നാട്ടിൽ നിൽക്കുന്ന ഒരു വെറൈറ്റി ഭയങ്കര ഫീലിംഗ് അല്ലേ. അപ്പോൾ എനിക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമായപ്പോൾ ഞാൻ പുറത്ത് വന്നിട്ടും കിളികളുടെ ഒച്ചയൊക്കെ നോക്കി. അപ്പോൾ ഓട്ടട ഉണ്ടാക്കുകയാണ്. സിമ്പിളായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടണം, നല്ല അടിപൊളി ഓട്ടടയാണ്. അപ്പോൾ അമ്മ ഓട്ടട ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ ഉണ്ടാക്കി, ബാക്കി കലക്കലും ഇതൊക്കെ റെഡിയാക്കി ഞാൻ കൊടുത്തു. അപ്പോൾ അമ്മ ഉണ്ടാക്കാൻ നോക്കുകയാണ്. അമ്മ ഉണ്ടാക്കിയിട്ട് ഒന്നാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് കഴിക്കാൻ പറ്റിയ അടിപൊളി ഓട്ടടയാണ്. അപ്പോൾ ഞാൻ അടുത്തത് അമ്മിണിക്കുട്ടി നീച്ചപ്പോൾ ഞാൻ അമ്മിണിക്കുട്ടിയുടെയും ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ കൊട്ടി കുടഞ്ഞ് വിരിച്ച് കൊടുക്കുകയാണത്. വൃത്തിയാക്കിയിട്ട് ഇടുക. അത് ആര് നീച്ചാലും ഞാനത് അപ്പയ്ക്കപ്പം ഇത് വൃത്തിയാക്കിയിടും. അപ്പോൾ അമ്മ നീച്ചപ്പോൾ അമ്മ പുറത്തേക്ക് പോയപ്പോൾ ഞാൻ ആ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അങ്ങനെ ഇനി അമ്മയ്ക്ക് കുളിക്കണം, പല്ല് തേക്കണം, അങ്ങനെ എണ്ണ തേക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അതിൻ്റെ മുന്നേ തന്നെ ബെഡ്ഷീറ്റൊക്കെ ഞാൻ വിരിച്ച് റെഡിയാക്കി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ച് അങ്ങനെ ഞാൻ അമ്മേനെ കുളിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചൂടാക്കി ഞാൻ വെള്ളം എടുത്തുകൊണ്ട് വരണം. അപ്പോൾ അമ്മ പുറത്ത് മെല്ലെ ഒന്നിങ്ങനെ നടന്നിട്ട്
അവിടെ തന്നെ ഹാളിൽ തന്നെ നടന്ന് വന്ന് അപ്പോൾ ഞാൻ അമ്മേനെ കുളിപ്പിച്ച് റെഡിയാക്കി ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് നമ്മുടെ തല ചീന്തി അമ്മ കുളി കഴിഞ്ഞാൽ അപ്പം അമ്മയ്ക്ക് തല ചീന്തണം കേട്ടോ. നനഞ്ഞ മുടിയാണെങ്കിലും വേണ്ടിയില്ല, തല ചീന്തി കെട്ടണം. സുന്ദരി കുട്ടിയാണ് എൻ്റെ അമ്മണിക്കുട്ടിക്ക്. അതുകൊണ്ട് ഞാൻ തലമുടിയൊക്കെ ചീന്തി കൊടുക്കുകയാണ്. അപ്പോൾ മൂപ്പത്തേരെ പരാതി എന്താ, മൂപ്പത്തേർക്ക് മുടിയേ ഇല്ല, മുടിയൊക്കെ കൊഴിഞ്ഞു പോയി എന്നുള്ള പരാതിയാണ്. അപ്പം ഞാനൊക്കെ ചീന്തി മുടി നന്നായിട്ട് തോർത്തിയിട്ട് നല്ല ഡ്രൈ ആക്കിയതിന് ശേഷമാണ് തല ചീന്തിയിട്ട് കെട്ടി കൊടുക്കുന്നത്. ഒരു കുഞ്ഞൊരു റബ്ബർ ബാൻഡില്ലേ, അത് ബ്ലാക്ക് കളർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണ്. തലയിൽ ബണ്ണ്, കുഞ്ഞ ബണ്ണ് ഇട്ട് കൊടുത്ത് അമ്മേനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് അമ്മയ്ക്ക് ചായ കുടിക്കാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ പിന്നെ ഞാൻ മുടിയൊക്കെ ഒന്ന് സെറ്റായോ നോക്കി. അങ്ങനെ അമ്മയ്ക്കുള്ള പരാതി, മുടി പോയി എല്ലാവരുടെ പരാതി തന്നെ, മുടി ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ അമ്മ സുന്ദരി കുട്ടിയായി. ഇനി അമ്മയ്ക്ക് ഞാൻ ഫുഡൊക്കെ കൊടുക്കണം. എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ കുളിക്കാനായിട്ട് മുന്നേ തന്നെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണം എടുത്ത് തുറന്ന് അമ്മയ്ക്ക് കഴിക്കാൻ കൊടുക്കുകയാണ്. അതിന് ശേഷം വേണം മരുന്ന് കൊടുക്കാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ സ്കിപ്പ് ചെയ്യൂട്ടോ, ചിലപ്പോൾ നേരം കിട്ടില്ല. കിട്ടിയ സമയം കൊണ്ട് ഞാൻ ഇത്രയൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അമ്മയുടെ ചായ ഇട്ടമ്മ അങ്ങനെ ഭയങ്കര ഒരു ഇരുട്ട് പോലത്തെ ഇതുപോലെ തോന്നിപ്പോൾ ഞാൻ പോയിട്ട് ലൈറ്റും ഫാനും കൂടിയിട്ട് ഇടാൻ വേണ്ടി പോയതാണ്. അങ്ങനെ ഞാൻ അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. പിന്നെ അതിന് ശേഷം പിന്നെ ബാക്കി പരിപാടികൾ ഓക്കെ. നമ്മുടെ കാര്യങ്ങളൊക്കെ സെറ്റായി കഴിഞ്ഞതിന് ശേഷം ഞാൻ കുളിക്കാൻ വേണ്ടി പോവുക കേട്ടോ. അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോവുകയാണ് അലമാരയിൽ നിന്ന്. അങ്ങനെ കുളിച്ച് സുന്ദരി കുട്ടിയായിട്ട് വരാം കേട്ടോ. അപ്പോൾ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ റെഡി ആയിട്ടുണ്ട്. പക്ഷേ മേക്കപ്പ് ഒന്നും ചെയ്തില്ല. അപ്പോൾ ഒന്ന് മോയ്സ്ചറൈസർ ഇടണം. അപ്പോൾ ഞാൻ ഫേസിൻ്റെ മുകളിൽ ഒന്ന് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. മോയ്സ്ചറൈസർ ഇട്ട് പിന്നെ നല്ല സൺസ്ക്രീമും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. കാരണം വെയിലത്തേക്ക് ഇറങ്ങണതൊക്കെ അല്ലേ. പിന്നെ ഓൾറെഡി നമ്മുടെ ലൈറ്റിൻ്റെ ഇതും കൂടി ഉണ്ടാവില്ല. അതുകൊണ്ട് സൺസ്ക്രീൻ മസ്റ്റ്, ബിഗിലേ എന്ന് പറയുന്ന പോലെ സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യാറുണ്ട് ഞാൻ. അപ്പോൾ സൺസ്ക്രീനും ഉപയോഗിച്ചിട്ട് കുറച്ചെടുത്തിട്ട് ഇവിടെയൊക്കെ ഒന്ന് ടപ്പ് 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 ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ സൺസ്ക്രീന്. പിന്നെ ഒരു പൊട്ടിട്ട് കൊടുത്ത് സുന്ദരി കുട്ടി. ഇതാണ് എൻ്റെ രാവിലത്തെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ മേക്കപ്പ്. ഇത്രയേ ഉള്ളൂ. പിന്നെ ഇടയ്ക്ക് ഒരു ചന്ദനം വരച്ച് കൊടുക്കും, ഇടയ്ക്ക് കണ്ണെഴുതി കൊടുക്കും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു പൊട്ട് വയ്ക്കാൻ നോക്കിയിട്ട് പൊട്ടാണെങ്കിൽ ഒട്ടണേ ഇല്ല. എത്ര പ്രാവശ്യം ഒട്ടിച്ചൊട്ടിച്ചിട്ടാണ് ഒരു കുഞ്ഞൊരു പൊട്ടൊന്ന് ഒട്ടി കിട്ടിയത്. ആളെ മെനക്കെടുത്ത വേണ്ടി ഒരു കുഞ്ഞൊരു പൊട്ട് കിട്ടിയത്. അങ്ങനെ ഞാൻ ഒരു വിധത്തിൽ പൊട്ടൊക്കെ ഒട്ടിച്ച് റെഡി ആയിട്ടിരിക്കുമ്പോഴാണ് ഒരു കോള് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിത് മുടി കഴിച്ചിട്ടിട്ട് റെഡി ആയതിൻ്റെ കോളെടുത്ത്. അപ്പോൾ നമുക്ക് 8ൻ്റെ പണി പോലെ വീടിൻ്റെ അവിടെ നമ്മളെ പറമ്പിൽ തന്നെ ഇങ്ങനെ ട്രാക്ടർ വെച്ചിട്ട് കിളക്കില്ലേ, ഒഴിയ അങ്ങനെ എന്തിട്ട് പറയുക, അത് ചെയ്യണ പണി. അപ്പോൾ അവിടെ പോയി നിൽക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫുള്ള് പ്ലാനിങ് തെറ്റി ഈ സമയത്ത്. കാരണം ഞാൻ വീട്ടിലുള്ള എല്ലാ പരിപാടികളും കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വന്നപ്പം കുറേ കഴിഞ്ഞിട്ട് വന്നതാ. അപ്പോൾ മേമയും പാപ്പനും മേമയുടെ മോൻ്റെ കുട്ടി എല്ലാവരും കൂടി വന്നിരുന്നു, വൈഫൊക്കെ കൂടിയിട്ട്. അപ്പോൾ മൂപ്പരിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ഉമ്മയ്ക്കലും നല്ല സ്വത്ത് മോനാണ്. അപ്പോൾ അതിനായിട്ടുള്ള കളിയും ഭയങ്കര മൂപ്പരെ കാണണം ഭയങ്കര ആഗ്രഹമായിരുന്നു. മൂപ്പര് വീട്ടിലേക്ക് വന്ന് ഇരിക്കുകയാണെങ്കിൽ അങ്ങോട്ട് പോകാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ മേമയും പാപ്പനൊക്കെ അമ്മയ്ക്ക് വയ്യാത്ത കാരണം കൊണ്ട് അമ്മേനെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ മൂപ്പര് ഇങ്ങനെ തൊട്ടിയിൽ കിടന്ന് ആടിനൊക്കെ നല്ല ഇഷ്ടമാണ്. പല്ലിങ്ങനെ നാവ് കാണിച്ചു തരാൻ പറഞ്ഞാൽ അതൊക്കെ കാണിച്ചു തരും, ചിരിക്കാൻ പറഞ്ഞാൽ ചിരിച്ചു തരും. അങ്ങനെ ഒരു ക്യൂട്ട് ബേബിയാണ് സ്വത്ത്. അങ്ങനെ മൂപ്പരായിട്ട് കുറച്ച് നേരം കളിച്ച് ഞാൻ ചായ കുടിക്കാൻ വേണ്ടി വന്നത്. ചായയൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ രാവിലെ പോയതാണ്, അമ്മയുടെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പോയതാണ് അവിടേക്ക്. അപ്പോൾ വന്നിട്ട് ഇവർ പോയതിന് ശേഷം ഞാൻ വേഗം അമ്മയ്ക്ക് നെബുലൈസ് ചെയ്ത് കൊടുത്തു. കാരണം ചുമ മാറാൻ വേണ്ടിയിട്ട് ഇത് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ
പെട്ടെന്ന് ഹർബറി പോലെ തിരക്കായിട്ട് ഒരു ഓട്ടടി. എനിക്ക് നല്ല ഇഷ്ടമാണ് ചമ്മന്തി എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് ഫേവറേറ്റ് ആയതുകൊണ്ട് ചമ്മന്തി ഉണ്ടാക്കിയെന്നുള്ളൂ എനിക്ക്. അപ്പോൾ ചമ്മന്തി കൂട്ടിയിട്ട് ഞാൻ ചായ കുടിച്ച് അപ്പോഴേക്ക് രണ്ടാമത്തെ പറമ്പിൽ അവിടെ ഒഴിയാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് വേറൊരു പറമ്പുണ്ടായിരുന്നു, അവിടെ അവർ ട്രാക്ടർ വെച്ചിട്ട് മറിച്ചിട്ടതിന് ശേഷം വേണം വീട്ടിൽ. ഇപ്പോഴത്തെ സമയം എത്രയെന്ന് വെച്ചാൽ ഒരു 4 മണിയായിട്ടുണ്ടാവും. അങ്ങനെ വന്ന് തളർന്നിട്ട് അമ്മ ഭക്ഷണം എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ രാവിലെ ഞാൻ തിരുമ്പാൻ എടുത്തിട്ടത് അതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ വാഷിംഗ് മെഷീനിൽ വെള്ളമൊക്കെ ഒഴിച്ച് തിരുമ്പാൻ. അപ്പോൾ ഞാൻ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ട് അമ്മ ഒന്നും ഞാൻ കിച്ചണിൽ കയറാൻ പറ്റിയില്ല. അപ്പോൾ നല്ല മത്തിക്കറി, എരുന്ത് വറുത്തത്, പിന്നെ വെള്ളം, നല്ല ചുട്ടരച്ച രാവിലത്തേക്ക് വേണ്ടി സ്പെഷ്യലാക്കിയ ചമ്മന്തി. അത് 4:15 ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ. അപ്പം ഭക്ഷണം കഴിക്കുന്നത് കാണിക്കില്ല. അപ്പോൾ ആ സമയത്ത് അമ്മയുടെ ചേച്ചി എല്ലാവർക്കും ഫോൺ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് തലയിൽ ഹെന്ന ഇടണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്ന് ഹെന്ന റെഡിയാക്കാൻ നോക്കുകയാണ്. പക്ഷേ അതിൻ്റെ എല്ലാ പാത്രവും ഇതൊന്നും എൻ്റെ അടുത്തില്ല. വെള്ളം വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഹെന്ന റെഡിയാക്കിയെടുത്ത് ഞാൻ കോഴിമുട്ടയുടെ വെള്ളയ്ക്ക് വേണ്ടിയിട്ട് കോഴിമുട്ട പോയിട്ട് എടുത്ത് അങ്ങനെ റെഡിയാക്കിയ പോവുകയാണ്. തൈരും നിമ്പും അതുപോലെ കുറച്ച് ചായപ്പൊടിയിൽ കുറച്ച് ഉലുവ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചതൊക്കെ കൂടിയിട്ട് മിക്സാക്കിയിട്ട് ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ ഒരു ചെറിയൊരു ഇരുമ്പ് കഷ്ണം ഇട്ട്, പാത്രം ഒന്നും കിട്ടിയില്ല, അപ്പോൾ അത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഞാൻ തിരുമ്പിയത് ഉണങ്ങിയത് എടുത്തു വന്ന് അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് മടക്കി വെക്കണം എന്നുള്ള പ്ലാനിങ്ങിൽ. അപ്പോൾ ഡ്രസ്സൊക്കെ മടക്കി വയ്ക്കാൻ വേണ്ടി പോവുകയാണ്. അതങ്ങനെ ഇടാൻ പറ്റില്ലല്ലോ, അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെക്കണം. ഇതിൻ്റെ ഇതുള്ളൂ. മറ്റുള്ളതൊക്കെ ഉണങ്ങിയത് അമ്മ എടുത്തു കൊടുന്നിട്ട് അമ്മ ഒക്കെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് മടക്കാൻ വേണ്ടിയിട്ട്. അത് ഞാൻ മേലെ ഉണക്കാട്ടിരുന്നു. അപ്പോൾ അത് കൊണ്ടെടുത്തു കൊടുന്ന് ഞാൻ മടക്കി വയ്ക്കുകയാണ്. അപ്പോഴത്തേന് കുറച്ചൊക്കെ നല്ല നേരം വൈകിട്ടുണ്ടായിരുന്നു. ഇനി എന്താ അടുത്തത് ഒന്ന് ചായയൊക്കെ കുടിക്കണം അങ്ങനെ. അപ്പോൾ എനിക്ക് ഏറ്റവും സ്പെഷ്യലായിട്ടൊരു സാധനം എൻ്റെ അമ്മൂട്ടി വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവൾ എനിക്കിഷ്ടമുള്ള എല്ലാ സാധനങ്ങളുടെ ഫേവറേറ്റ് സാധനങ്ങൾ ഞാൻ നാട്ടിലേക്ക് വരുമ്പോൾ അവൾക്ക് കൊണ്ടല്ലാണ് പണി. അടുത്തു നിന്നൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ വല്യമ്മയ്ക്കാന്ന് പറയും. അപ്പം അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടാ. അപ്പോൾ ഞാൻ അച്ഛനും കണ്ണനും ഫോൺ വിളിക്കുകയാണ്. ഇത് അവർക്ക് വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുകയാണ്. ആ ടൈമിങ്ങാണ് ഇപ്പോൾ ഇത്. അവരെ നല്ല മിസ് ചെയ്യുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾ അവരായിട്ട് മക്കളായിട്ട് വർത്താനം വേണ്ടി പറയുകയാണ്. ഞാൻ പറഞ്ഞ് സംസാരിച്ച് സ്കൂളത്തെ വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷം പിന്നെ ഇത് അമ്മൂസ് തന്ന സാധനം, അതായത് അനിയത്തിൻ്റെ മോള് എനിക്ക് വേണ്ടിയിട്ട് കൊടുത്തയച്ച സാധനമാണിത്. നല്ല അടിപൊളി മാതള നാരങ്ങ, നല്ല മധുരമുണ്ട്, വീട്ടിലുണ്ടായത് അത്ര. അപ്പോൾ അത് ഞാൻ കുറച്ച് കഴിച്ചിട്ടുള്ളൂ. നല്ല അടിപൊളി സാധനം, എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കുറച്ച് കഴിച്ചു, പിന്നെ കഴിക്കാൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ എനിക്ക് നല്ല ഇഷ്ടമുള്ളതാണ് നമ്മുടെ കരിപ്പെട്ടി ചായ ഇല്ലേ, ശർക്കര അല്ലാണ്ട് കരിപ്പെട്ടി ഇല്ലേ, അത് വെച്ചിട്ട് കാപ്പി അതുണ്ടാക്കിയിട്ട് ഒരിത്തിരി കുടിച്ച്. അപ്പോൾ കോഫി ടൈം, അപ്പോൾ സമയം എത്ര ഉണ്ടാവും, ഒരു 7 മണിയൊക്കെ ഇട്ടിരിക്കണ. ഞാൻ ചായ കുടിക്കുമ്പോൾ 7 മണി 7:30 ടൈമിലാണ് ഞാൻ ചായ കുടിക്കണത്. നല്ല ഇഷ്ടമായിരിക്കണം. അപ്പോൾ നമ്മുടെ പുള ചിപ്സില്ലേ, എനിക്ക് അതും ഭയങ്കര ഇഷ്ടം. അപ്പം ഇതൊക്കെ നാട്ടിൽ വരുമ്പോഴേക്ക് കഴിക്കാൻ കിട്ടുള്ളേ. അപ്പോൾ അതൊക്കെ അമ്മ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു കഷ്ണം എടുത്തിട്ട് ഒന്ന് കുറച്ച് ഞാനമ്മയും കൂടിയിട്ട് ഒപ്പരുന്ന് ചായ കുടിച്ചു. പിന്നെ അമ്മ ചെയ്യണത് ചെറുനാരങ്ങ അച്ചാറിടാൻ പോവുകയാണ്. കാരണം ഇത് നടു പൊളിച്ച് ഉപ്പ് നിറച്ചിട്ട് അങ്ങനെ ഭരണിയിലാക്കി വെച്ചിട്ട് അതിന് ശേഷം കുറേ ദിവസം കഴിഞ്ഞ് 2-3 ആഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് അത് അച്ചാറിടുള്ളൂ. അപ്പോൾ ആ ടൈമിൽ ഞാൻ മേലൊക്കെ കഴുകി റെഡിയായിട്ടുണ്ട്. ഇനി ഒന്ന് ഫുഡ് അടിക്കണം. ഫുഡ് അടിച്ച് വന്നിട്ട് സുഖമായി കിടന്നിറങ്ങണം. അപ്പോഴത്തെ നേരം 9 മണി 9:30 ആയിട്ടാ. അതിൻ്റെ ഇടയ്ക്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നിരിക്കണം. അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് പേര് വന്നിരുന്നു, ഗസ്റ്റുകൾ. അപ്പോൾ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നാട്ടിലെ ഒരു ദിവസം ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.